അപ്പോൾ നമുക്ക് ഏത് ആംഗിളും ഇവിടെ ചവിട്ടി കയറാൻ പറ്റും. അതെ, വെള്ളത്തിൽ കോളിലാകപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാലും ഇപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ നിന്നായിരിക്കും അവരെ രക്ഷിക്കേണ്ടി വരുന്നത്. ഈ ഒരു ഹാൻഡിൽ കൈ കൊടുത്തിട്ട് ഇത് ഉദ്ദേശിക്കുന്നത് കായലിലെ കുപ്പി പാട്ട അതുപോലെയുള്ള ഈ വേസ്റ്റ് എല്ലാം കൂടി ക്ലീൻ ചെയ്യുന്ന ഒരു ഡിവൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ കിടക്കുന്നത്. ഇതിനു വേണ്ടി മുടക്കുന്ന പൈസ ആയിക്കാണെങ്കിൽ റിച്വേഴ്സിന് വീട് വയ്ക്കാറുണ്ടല്ലോ, വീട് വയ്ക്കാൻ പാടില്ല എന്നൊക്കെ. നമ്മളിപ്പോൾ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല, പലപ്പോഴും ഇവിടെ കട്ടിലടിയിലൊക്കെ സാധനം വെച്ചിരിക്കുന്നത്. ഞാൻ ഈ കണ്ടുപിടുത്തങ്ങളും ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തതും രാഷ്ട്രപതിയുടെ അവാർഡ് വരെ എത്തിച്ചേർന്നത് ഈ പരിമിതമായ സാഹചര്യത്തിൽ നിന്നുമാണത്. കാരണം അന്ന് ഇങ്ങനെ ഇത്രയും വലിയൊരു റിസർച്ചിലേക്ക് മാറുമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല. അന്നത്തെ സമയത്ത് അച്ഛനും അമ്മയൊക്കെ വെച്ചൊരു വീട് ഇതിപ്പോൾ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു, ഇത് പൊളിക്കാറായത്. പിന്നെ നമ്മളിത് പറമ്പ് പോക്കാതെ കണ്ട് നമുക്ക് വീട് വയ്ക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ വെള്ളം കയറി 2018 വെള്ളപ്പൊക്കത്തിൽ ഇവിടെ എല്ലാം വെള്ളമായിരുന്നു, മുറിക്കാതെല്ലാം വെള്ളമായിരുന്നു. അപ്പം അങ്ങനെ വീടെല്ലാം നിലത്തേക്ക് ഇരുന്ന് പോയി. അപ്പം ഞാൻ ഈ റിസർച്ചിനും നമ്മളുടെ രാജ്യരക്ഷയ്ക്കും വേണ്ടിയിട്ടുള്ള പട്ടാളക്കാരുടെ ഉപകരണങ്ങൾ കണ്ടുപിടിക്കാനും ചെയ്ത എൻ്റെ കയ്യിൽ നിന്ന് മുടക്കിയ പണം ഉണ്ടായിരുന്നുവെങ്കിൽ നല്ലൊരു വീട് വയ്ക്കാമായിരുന്നു. പക്ഷെ അവിടെയല്ല ഞാൻ ആലോചിച്ചത്. ഞാൻ വലിയൊരു വീട് വെച്ച് അവിടെ ഉറങ്ങുമ്പോൾ നമ്മളുടെ രാജ്യത്തെ പട്ടാളക്കാർ, നമ്മൾക്ക് വേണ്ടി ഉറക്കം നിൽക്കുന്ന പട്ടാളക്കാരുണ്ട്. അവർക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിൻ്റെ സൈനികർക്ക് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റുന്ന, അതാണ് എൻ്റെ വീട്. ഇന്ത്യയാണ് നമ്മളുടെ വീട്, നമ്മുടെ രാജ്യമാണ് നമ്മളുടെ വീട്. നമ്മൾ പട്ടാളക്കാർ നമ്മൾക്ക് വേണ്ടി ആരോഗ്യത്തോടും അവരുടെ എല്ലാ ഐശ്വര്യത്തോടും കൂടി അവരുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വയ്ക്കുന്ന വീട്ടിൽ, അത് ചെറിയ വീടായിക്കോട്ടെ വലിയ വീടായിക്കോട്ടെ, അവിടെ സമാധാനത്തിൽ ഉറങ്ങണമെങ്കിൽ രാജ്യത്തിൻ്റെ രക്ഷ കൈക്കലാക്കുന്ന പട്ടാളക്കാർ സമാധാനത്തോടെ ഇരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആ പണമൊന്നും, ഞാൻ എൻ്റെ ലാഭം പോലും ഒന്നും നോക്കാതെ ഞാൻ നമ്മുടെ രാജ്യത്തിൻ്റെ പട്ടാളത്തിൻ്റെ ടെക്നോളജികൾക്ക് വേണ്ടിയിട്ട് ഞാൻ വികസിപ്പിച്ചത്. പലരും എന്നോട് കൂട്ടുകാർ ചോദിച്ചു, ഋഷികേശ് ഇതിനു വേണ്ടി മുടക്കുന്ന പൈസ അയക്കാണെങ്കിൽ ഋഷികേശിന് വീട് വയ്ക്കാറുണ്ടല്ലോ, വീട് വയ്ക്കാൻ പാടില്ല എന്നൊക്കെ. നമ്മുടെ മലയാളിയുടെ ഏറ്റവും വലിയൊരു കൺസെപ്റ്റ് അതാണത്. വലിയ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാമായി എന്നാണ് അവരുടെ ധാരണ. നമ്മൾ ഒരു തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്കോ പോയി കഴിയുമ്പോൾ അറിയാൻ പറ്റും, അവിടെ ഒരു ചെറിയ വീടും വലിയൊരു പറമ്പും ഏക്കർ കണക്കിന് ഹെക്ടർ കണക്കിന് പറമ്പും കാണാം, ഒരു സാധാരണ ഒരു കൊച്ചു വീടും കാണാം. പക്ഷേ ആ കൊച്ചു വീട്ടിൽ താമസിക്കുന്ന ആ വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ട് വലിയൊരു, ആ പറമ്പിനേക്കാളും വലിയൊരു വിശാലമായ അക്കൗണ്ടായിരിക്കും അവിടെ ഉള്ളത്. കാരണം അവരെല്ലാവരും അവരുടെ ബിസിനസ്സിൽ ഒരു ചെറിയ വീട് വെച്ചിട്ട് ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ കൃഷിയിലേക്ക് പണം ഇറക്കിയിട്ട് അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കുന്നു. പക്ഷേ ഇതിപ്പം ഞാനെന്ന് വെച്ചാൽ ഇത് വീട് തീരെ പോയത്, ഇനിയിപ്പം വീട് വെക്കണം. കാരണം നമ്മൾ വീട്ടിൽ ചോരാതെ കണ്ട് കിടക്കുന്ന ആളുടെ ഏറ്റവും വലിയൊരു അതിനുള്ള ഒരു സമ്പദ്സ്ഥിതിയൊക്കെ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും ഞാൻ മറ്റൊന്നും നോക്കാതെ കണ്ടാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന, ഇപ്പോൾ ഡിഫൻസിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഐഡെക്സ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലാണ് ഞാൻ ചെയ്യുന്നത്. അതായത് ഇന്നോവേഷൻ ഫോർ ഡിഫൻസ് എക്സലൻസ്. നമ്മളുടെ ഇന്ത്യൻ ഡിഫൻസ് തന്നെ എല്ലാ വർഷവും നമ്മളുടെ രാജ്യത്ത് നിന്നും ഇന്നോവേഷൻസ് ക്ഷണിച്ചു കൊള്ളുന്നുണ്ട്. നമ്മളുടെ കഴിവുള്ള വ്യക്തികളിൽ നിന്നും ആശയങ്ങൾ, അതായത് നമ്മളുടെ മിലിറ്ററി, ഇന്ത്യൻ സേനയെ ശക്തിപ്പെടുത്തുന്ന ചില കണ്ടെത്തലുകൾ നമ്മളുണ്ടാവാം. അത് പക്ഷേ രാജ്യത്തിൻ്റെ ഗതി മാറ്റിമറിക്കുമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്, അവർ പറയുന്നത്. അപ്പോൾ ഓപ്പൺ ചലഞ്ച് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഞാൻ മത്സരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഒരു സംശയം വന്നേക്കാം, ഡിഫൻസ് പൈസ തരത്തില്ലേ, ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ എന്നുള്ളത്. ആ ഒരു സംശയം ഞാനിവിടെ ഒരു ദൂരീകരിച്ച് തരാം. ഓപ്പൺ ചലഞ്ച് കാറ്റഗറിയിൽ ഇപ്പോൾ ഇന്ത്യൻ ഡിഫൻസിൻ്റെ പല പ്രശ്നങ്ങളും അവർ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്, അതിന് ഗ്രാൻറ്റും വെച്ചിട്ടുണ്ട്. ആ പ്രോബ്ലംസ് പരിഹരിച്ച് കൊടുക്കാമെന്നുണ്ടെങ്കിൽ, അത് ഫീസിബിൾ ആണെങ്കിൽ, സാധ്യതയുള്ളതാണ്, അല്ലെങ്കിൽ അത് നടത്താൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഒരു ഫണ്ട് തരും. അതുകൂടാതെ ഓപ്പൺ കാറ്റഗറി എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. ആ ഓപ്പൺ ചലഞ്ച് അല്ലെങ്കിൽ ഓപ്പൺ ചലഞ്ച് എന്ന് അതിന് പറയുന്നത്. ആ ഓപ്പൺ ചലഞ്ചിലാണെങ്കിൽ നമ്മൾക്ക് എന്താണോ ഐഡിയ ഉള്ളത്, നമ്മൾ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ, അത് നമ്മുടെ രാജ്യത്തിന് തരും, ഡിഫൻസിന് തരും. അതിൻ്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി കാണിച്ച് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കാനുള്ള സന്നാഹങ്ങളും പണവും എല്ലാം അവർ തന്നെ തരും. പക്ഷേ ഈ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി കാണിക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഐഡിയ, ഇതിങ്ങനെ പ്രവർത്തിക്കും എന്നുള്ള ഒരു ആബ്സ്ട്രാക്റ്റ്, ആ ആശയം നമ്മൾക്ക് മാത്രമേ അറിയാവുള്ളൂ. ഒരു പുതിയൊരു ആശയം കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ നമ്മൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രവർത്തിപ്പിച്ച് കാണിക്കുമ്പോഴാണോ ഇങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് മനസ്സിലാകുന്നത്. പണ്ട് ട്രെയിൻ കണ്ടുപിടിച്ചപ്പോഴത്തേക്കും ഇത് കുട്ടിച്ചാത്തനാണെന്നോ പ്രേതമാണെന്നൊക്കെ പറഞ്ഞ നാട്ടുകാരെല്ലാം ഓടി. പിന്നീടാണ് അതിൻ്റെ റിയാലിറ്റി മനസ്സിലാവുന്നത്. എന്ന് പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ, നമ്മുടെ ഡിഫൻസിൻ്റെ കാര്യങ്ങൾ നമുക്ക് വെളിവാക്കാൻ പറ്റത്തില്ല, വളരെ കോൺഫിഡൻഷ്യലാണത്. അത് ഞങ്ങളുടെ എഴുത്തുകൂത്തിൽ തന്നെ, ഡിഫൻസ് പാർട്ടിലെ ഇമെയിൽ കമ്മ്യൂണിക്കേഷനിൽ തന്നെ അത് പറയുന്നുണ്ട്. ഏതെങ്കിലും ചാനലുകാരോട്ടോ പത്രക്കാരോട്ടോ പറയുമ്പോൾ പോലും
ഔട്ട്ലൈൻ അല്ലാതെ കണ്ട് സാങ്കേതിക വിദ്യയെക്കുറിച്ച് യാതൊരു കാരണവശാലും നമ്മൾ എക്സ്പോസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് സാങ്കേതിക വിദ്യകൾ പലപ്പോഴും പറയാത്തത്. ഡിഫൻസ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാം നമുക്ക്. അപ്പോൾ ഡിഫൻസ് തന്നെ അങ്ങനെ ഇറക്കുന്നുണ്ട്. ഇന്നപോലെ ബ്രഹ്മോസ് മിസൈൽ കണ്ടുപിടിച്ച്, പുതിയ മിസൈൽ കണ്ടുപിടിച്ച്, ഇത്ര റേഞ്ചിൽ പോയി എന്നൊക്കെ ഉള്ളത്. അതിൻ്റെ സാങ്കേതിക വിദ്യ ഒരിക്കലും നമ്മൾ വെളിപ്പെടുത്തില്ല. അത് നമ്മുടെ രാജ്യരക്ഷയുടെ ഭാഗമാണ്. ചില സാങ്കേതിക വിദ്യകൾ നമ്മൾ പറയുമ്പോൾ അത് എത്രത്തോളം പ്രായോഗികമാകും എന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് അത്തരം കാര്യങ്ങളിൽ പ്രോട്ടോടൈപ്പ് ചെയ്ത് കാണിച്ചെങ്കിൽ മാത്രമേ അവർ ഫണ്ട് തരികയുള്ളൂ. ഫണ്ട് ഡെഫിനറ്റ്ലി TDF എന്നും പറഞ്ഞുണ്ട്, അതായത് ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഫണ്ട്. അത് പക്ഷേ പ്രോട്ടോടൈപ്പ് ചെയ്ത് കാണിക്കുക. ഈ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ എന്നെ കടക്കണിയിലാക്കിയതും ഈ ഒരു സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വന്നതും പ്രോട്ടോടൈപ്പ് ചെയ്തിട്ടാണ്. ഈ ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിൽ യാതൊരു ഡിസപ്പോയിൻമെൻറ്റും ഇല്ല, ഒരു നിരാശയില്ല. ഇപ്പം നിങ്ങളിപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഒരു സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ ചെറിയ മുറി, ആ ഒരു പരിമിതി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ രീതിയിലൊന്നും നമ്മൾ റിസർച്ചിലേക്ക് എത്തിച്ചേരുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ അന്നൊരു ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങൾ, ചെറിയ റാക്ക് ഉണ്ടാക്കി പലപ്പോഴും ഇവിടെ കട്ടിലടിയിലൊക്കെ സാധനം വെച്ചിരിക്കുന്നത്. വിശ്വവിഖ്യാതമായ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് സംവിധാനം നിർമ്മിക്കുന്നതിനായി 2018 അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ TM തോമസ് ഐസക് സാറിൻ്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലാ കളക്ടർ ചെയർമാനും ആലപ്പുഴ RDO സെക്രട്ടറിയുമായുള്ള ഒരു റേസ് കമ്മിറ്റി ഒരു EOI അഥവാ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഒരു താല്പര്യപത്രം ക്ഷണിച്ചു. അപ്പോൾ അതിന് പ്രകാരം ഇന്ത്യയിലെ 15ഓളം സ്ഥാപനങ്ങൾ കൊട്ടേഷൻ വെച്ചിരുന്നു. ഞാനും അതിൽ ഒരു കൊട്ടേഷൻ കൊടുത്തിരുന്നു. ഈ 15ഓളം സ്ഥാപനങ്ങളെ പിന്തള്ളിക്കൊണ്ടാണ് ഞാൻ കണ്ടുപിടിച്ച ഒരു വള്ളങ്ങളെ, അതായത് നമ്മളുടെ മുന്നോട്ട് കുതിക്കാൻ നിൽക്കുന്ന ചുണ്ടൻ വള്ളങ്ങളെ പുറകിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം കണ്ടുപിടിച്ചത്. സാധാരണഗതിയിൽ വള്ളത്തിൻ്റെ മുമ്പിലൊരു ബാർ വരികയും ആ ബാറ് താഴത്തേക്കിടുമ്പോൾ വള്ളം മുമ്പോട്ട് പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പലപ്പോഴും വള്ളങ്ങൾ മുന്നോട്ട് അഞ്ഞു നിൽക്കുന്ന വള്ളങ്ങളിൽ ബാർ ഇടിച്ച് താഴെ ഇടുകയും പലപ്പോഴും തർക്കങ്ങൾക്കും വള്ളംകളി സ്റ്റാർട്ട് ചെയ്ത വള്ളങ്ങളെ തിരിച്ച് വിളിച്ച് രണ്ടാമത് നടത്തേണ്ട ഒരു ദുരവസ്ഥയും പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്നാണ് റേസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു EOI ക്ഷണിച്ചത്. അപ്പോൾ നമ്മളുടെ ഒരു സംവിധാനം 2018 സെലക്ട് ചെയ്ത് 2018 തന്നെ അത് ഫസ്റ്റ് റൺ നടത്തി. ഹിസ്റ്റോറിക്കൽ ഇൻവെൻഷൻ എന്ന രീതിയിലാണ് പത്രമാധ്യമങ്ങൾ അതിനെ വിശേഷിപ്പിച്ചത്. അതായത് 3 മിനിറ്റ് കൊണ്ട് മണിക്കൂറുകളെടുത്ത് സ്റ്റാർട്ടിങ് സാധ്യമാക്കിയിരുന്ന ഒരു വള്ളംകളിയെ 3 മിനിറ്റ് കൊണ്ട് നമുക്ക് സ്റ്റാർട്ടിങ് നടത്തുവാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ചേഞ്ച് തന്നെയായിരുന്നു. അതിനെ തുടർന്നാണ് കേരള സർക്കാരിൻ്റെ അഭിമാനമായ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് അഥവാ CBL നടത്തിയതും. ഈ CBLലും സമയബന്ധിതമായി തന്നെ അവർ പറഞ്ഞ സമയത്തേക്കാൾ വളരെ 10 മിനിറ്റ് നേരത്തെ കളി തീർക്കാൻ പറ്റി എന്നുള്ള ഒരു അഭിമാനവും നമ്മൾക്കുണ്ട്. 2018-ലും 2019-ലും 2022-ലും നമ്മൾ നെഹ്റു ട്രോഫി സ്റ്റാർട്ടിങ് നമ്മളുടെ ഉപകരണം വെച്ച് നടത്തി. അതിനിടയ്ക്ക് കോവിഡ് വന്നതിന് ശേഷം കോവിഡിനെ തുടർന്ന് 2 വർഷം നടത്തിയില്ല. ആ സംവിധാനം ഇന്ത്യൻ പേറ്റൻറ്റിന് അപ്ലൈ ചെയ്തിരിക്കുന്നതും പേറ്റൻറ്റ് പരിഗണനയിലുമാണ്. ഉടൻ തന്നെ അതിൻ്റെ പേറ്റൻറ്റ് നടപടികൾ പൂർത്തിയായി. നമ്മളുടെ ആ സംവിധാനം കൂടുതൽ കുറ്റമറ്റ രീതിയിലേക്ക് നമ്മുടെ വള്ളംകളി രംഗത്തേക്ക് ഇറക്കുകയാണ്. കാരണം നമ്മൾ സൂക്ഷിച്ച് കയറുന്നതിനേക്കാളും റഫായിട്ട് കയറി കാണിക്കണം, എന്നാലും ഇതിൻ്റെ സ്റ്റെബിലിറ്റി ആൾക്കാർക്ക് പിടി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഏത് ആംഗിളിലും ഇവിടെ ചവിട്ടി കയറാൻ പറ്റും. ഇപ്പോൾ വെള്ളത്തിൽ കോളിലാകപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാലും ഇപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ നിന്നായിരിക്കും അവരെ രക്ഷിക്കേണ്ടി വരുന്നത്, ഈ ഒരു ഹാൻഡിൽ കൈ കൊടുത്തിട്ട്. അപ്പോൾ ഏത് ആംഗിളിൽ വേണമെങ്കിലും നമുക്കിതിൽ നിൽക്കാൻ പറ്റും, അറിയത്തില്ല ഇത് ഇങ്ങനെ. സാധാരണ വള്ളത്തെ നമ്മളിങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് കമന്ന് പോരും, ടിൽറ്റാവും. അപ്പോൾ ഇത് സ്റ്റെബിലിറ്റി വിടില്ല. ഇതിൻ്റെ സ്റ്റാൻഡിങ് കപ്പാസിറ്റി 4 പേരാണ് നിലവിൽ ഈ ഒരു സ്പേസിൽ. ഇപ്പം നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത് കായലിലെ കുപ്പി പാട്ട അതുപോലെയുള്ള ഈ വേസ്റ്റ് എല്ലാം കൂടി ക്ലീൻ ചെയ്യുന്നൊരു ഡിവൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ കിടക്കുന്നത്. അപ്പോൾ അന്ന് ഉണ്ടാക്കിയെങ്കിലും പിന്നീട് എനിക്ക് ഈ സാമ്പത്തിക നെഹ്റു ട്രോഫി വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ട് പൈസ കുറേ കിട്ടാൻ വന്നപ്പോഴത്തേക്കും സാമ്പത്തിക പ്രതിസന്ധിയായി. അങ്ങനെയാണ് പിന്നെ നമ്മുടെ ഡിഫൻസ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും പെൻഡിങ് ആയത്. ഇപ്പോഴും നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ ആരെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുക, ആരെങ്കിലും ഒരു ചെറിയ സ്പോൺസർമാരോ ഇൻവെസ്റ്ററോ അവർക്ക് തിരിച്ചു കൊടുക്കാൻ പൈസ ആരെങ്കിലും വന്നിരുന്നുവെങ്കിൽ നമുക്ക് ആ പ്രോജക്റ്റുകളെല്ലാം പൂർത്തിയാക്കാമായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ
കോവിഡിനെ തുടർന്ന് നമ്മളുടെ ഒരു ഇലക്ഷൻ, അന്ന് ഇലക്ഷൻ്റെ സമയമായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇലക്ഷൻ വന്നപ്പോഴത്തേക്കും കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ടായി. എങ്ങനെ വോട്ട് ചെയ്യും എന്നുള്ളത് വലിയൊരു പ്രശ്നമായിരുന്നു. ഓരോ വോട്ടറും 10 മീറ്റർ അകലെയോ 10 അടി അകലെയോ അങ്ങനെയൊക്കെ നിന്ന് ചെയ്യേണ്ട സ്ഥിതി ഉണ്ടായപ്പോൾ നമ്മൾ വേറെ ഒരു ഡിവൈസ് അതുമായിട്ട് ബന്ധപ്പെട്ട് വോട്ടിംഗ് ബൂത്തിൽ അല്ലെങ്കിൽ പോളിംഗ് ബൂത്തിൽ പോകാതെ കണ്ട് എങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ടെക്നോളജിയാണ് ഡെവലപ്പ് ചെയ്തത്. അതായത് നമ്മളുടെ ഫോൺ, നമുക്ക് സ്മാർട്ട് ഫോണൊന്നും വേണ്ട, സാധാരണ ഫോൺ മതി. ഇപ്പോൾ ഒരു 800 രൂപയ്ക്ക് കിട്ടുന്ന ഫോൺ അത് തന്നെ ധാരാളം. അല്ലെങ്കിൽ 500 രൂപയ്ക്ക് ഫോൺ കിട്ടുമെങ്കിൽ ആ ഫോൺ വെച്ച് വരെ നമുക്ക് ലോകത്തിൽ എവിടെ നിന്ന് പോലും വോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു സംവിധാനത്തിൻ്റെ മേന്മ. അതായത് നമ്മൾ ഈ സംവിധാനം, ഈ വോട്ടിംഗ് സംവിധാനം ഞാൻ വികസിപ്പിച്ചിട്ട് നമ്മളുടെ അന്നത്തെ ബഹുമാനപ്പെട്ട കേരള ഇലക്ഷൻ കമ്മീഷനായിരുന്നു ടി.കെ. വേണു സാറിൻ്റെ ഓഫീസിൽ പോയി സാറിനെ കണ്ടു, ഇതിൻ്റെ പ്രവർത്തനം ബോധിപ്പിച്ച് അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞ് ഋഷികേശ് എത്രയും പെട്ടെന്ന് തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അവരുമായിട്ട് ഇന്ന് കോൺടാക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാനത് ഡൽഹിയിലേക്ക് അയച്ചു. ഡൽഹിയിലേക്ക് അയക്കുന്നതിന് മുൻപായിട്ട് തന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ ഈ കാര്യം ഞാൻ ബോധിപ്പിച്ചു. സാർ, ഇങ്ങനെ ഒരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യക്ക് പ്രയോജനപ്പെടുന്നതാണ്. ഇത് പൈലറ്റിന് വിമാനത്തിൽ ഇരുന്നു കൊണ്ട് പോലും വോട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു തെങ്ങുകയറ്റ തൊഴിലാളിയാണ്, അല്ലെങ്കിൽ മരം വെട്ട് തൊഴിലാളി, അദ്ദേഹം മരത്തിൽ കയറി ഫോൺ കയ്യിലുണ്ടെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ടുപോലും മരത്തിലിരുന്ന് പോലും വോട്ട് ചെയ്യാൻ പറ്റും. കള്ളവോട്ട് നടക്കത്തില്ല, റിപ്പീറ്റിംഗ് നടക്കത്തില്ല. അങ്ങനെ ഒത്തിരി ഫെസിലിറ്റി. ഇതിൻ്റെ ലൂപ്പ് ഹോൾസ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കൺസേൺഡ് അതോറിറ്റി അത് ഡൽഹിയിലേക്ക് ഫോർവേഡ് ചെയ്തത്. അങ്ങനെ ഞാനത് ഇപ്പം ഇപ്പം ഞാൻ സ്റ്റാറ്റസ് നോക്കിയപ്പോഴത്തേക്ക് അണ്ടർ പ്രോസസ്സിങ്ങിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഡൽഹിയിലാണ് ഇപ്പം അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ അതൊരു സംവിധാനം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വോട്ടിംഗ് രംഗത്ത് വലിയൊരു മാറ്റം സൃഷ്ടിക്കും. കാരണം നിലവിലുള്ള സാങ്കേതിക വിദ്യകളൊന്നും മാറ്റുന്നില്ല. അതായത് വോട്ടിംഗ് രീതി മാറ്റുന്നില്ല, അതായത് മെഷീൻ്റെ ഘടന മാറ്റുന്നില്ല, ഒന്നുമില്ല. നമ്മൾ ചെയ്യുന്നത് നമ്മൾ നേരിട്ട് പോയി വോട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് കിടപ്പ് രോഗികൾക്കായാലും നിരാലംബരാർക്കായാലും ആർക്ക് വേണമെങ്കിലും എവിടെ ഇരുന്ന് വരും വോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സാങ്കേതിക വിദ്യ. ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ പ്രിസൈഡിംഗ് ഓഫീസർ ആ പോളിംഗ് ബൂത്തിൽ തന്നെ ഉണ്ടാവും. ബാക്കി കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. പക്ഷേ നമ്മൾ നേരിട്ട് ഫിസിക്കലി പോകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. നമ്മളുടെ കുട്ടികളോട്, വളർന്നു വരുന്ന ഹൈസ്കൂൾ കുട്ടികളോടും UP സ്കൂൾ കുട്ടികളോടും എല്ലാവരോടും പറയാനുള്ളത്, ഞാൻ കുട്ടികളെന്ന് പറഞ്ഞത് നമ്മൾ ഏറ്റവും ചെറുതിലെ കിട്ടുന്ന ശീലമാണ് വലുതാകുമ്പോഴും നമ്മളെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് കുട്ടികൾ ഞാൻ എടുത്തു പറഞ്ഞത്. കുട്ടിക്കാലത്ത് കിട്ടുന്ന ശിക്ഷണങ്ങളും അറിവുകളും നമ്മളുടെ മരണം വരെ നമ്മളെ അത് ഫോളോ ചെയ്യും, നമ്മളെ വ്യക്തിത്വം. അതുകൊണ്ട് കുട്ടികളോട് പറയാനുള്ളത് നമ്മൾ വായനയിലേക്ക് തിരിയുക എന്നുള്ളതാണ്. വായനയുടെ ഒരു സുഖം എന്താണെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വായിച്ചെങ്കിൽ മാത്രമേ അത് അറിയാൻ പറ്റുകയുള്ളൂ. നമ്മളിപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കൂടുതലും ഈ ഡ്രഗ്സ് അതുപോലുള്ള മറ്റ് ലഹരി വസ്തുക്കളുടെ പുറകെ കുട്ടികൾ പോകുന്നു. കുട്ടികൾക്ക് ഇത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഒരു കൂട്ടുകാരൻ കഴിച്ച് വഴിയിൽ കിടന്ന് കിട്ടുന്നൊരു മിഠായി ആയിരിക്കും, അത് കഴിച്ച് നോക്കുമ്പോൾ അത് മധുരം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് മറ്റേ കൂട്ടുകാരനും കൊടുക്കും. അവനും അറിയുന്നില്ല, അവനും കഴിച്ച് നോക്കും. ഒരുപക്ഷെ അത് രാസലഹരിയോ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ അങ്ങനെ കിട്ടുന്ന വഴിയിൽ കിടന്ന് കിട്ടുന്ന കാര്യങ്ങളോ ഒന്നും എടുക്കാതെ കണ്ട് നമ്മൾ ഈ ലൈബ്രറികളിൽ ഇപ്പോൾ നമുക്ക് ഒത്തിരി കഥപുസ്തകങ്ങൾ കിട്ടാറുണ്ട്. വിക്രമാദിത്യൻ കഥകളുണ്ട്, പൂമ്പാറ്റ, ബാലരമ, അങ്ങനെ കൊച്ചു കൊച്ചു കഥകൾ, ഈസോപ്പ് കഥകൾ, ആ പുസ്തകങ്ങൾ വായിക്കാനാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നിങ്ങൾ വലിയ ടെക്നോളജിയിലേക്ക് പോയി പഠിക്കാനല്ല ഇപ്പോൾ ഞാൻ പറയുന്നത്. ആ കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ വായിച്ചു കഴിയുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന അറിവുകൾ, നമ്മളുടെ വ്യക്തിത്വം, നമുക്ക് ദയ, സഹാനുഭൂതി, സ്നേഹം, സിമ്പതി, എമ്പതി, ഇതെല്ലാം നമ്മളിൽ ഉണ്ടാക്കുന്നത് ആ കഥാപാത്രങ്ങളിലെ ആ മെസ്സേജുകളിൽ നിന്നുമാണ്. ആ ഒരു കിട്ടുന്ന കഴിവ് നമ്മൾ മറ്റ് പുസ്തകങ്ങൾ വായിക്കുവാനായിട്ട് പ്രേരിപ്പിക്കും. അങ്ങനെ നമുക്ക് വായനയിലൂടെ ശാസ്ത്രീയമായ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനും അത് നമ്മളിലൂടെ തന്നെ നമ്മുടെ രാജ്യത്തിന് അത് ഗുണം ചെയ്യുവാനായിട്ട് സഹായിക്കും. നല്ലൊരു പൗരനാകുക. രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് നല്ലൊരു പൗരനാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സമ്പത്തായി നമുക്ക് എല്ലാവർക്കും മാറാം. എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ.